ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ജയശ്രീ, ENT സ്പെഷ്യലിസ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വായ്നാറ്റത്തിൻ്റെ കുറേ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് എന്തെല്ലാമാണ് കാരണങ്ങൾ, അവ വായ്നാറ്റമില്ലാതെ ജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് നോക്കിയാലോ. വായ്നാറ്റം കേൾക്കുമ്പോൾ കാര്യം നിസ്സാരമായി തോന്നാം, പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് വളരെ പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്നു. വിശേഷം കൗമാരപ്രായത്തിലോ യൗവനത്തിലോ തനിക്ക് വായ്നാറ്റം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കാൻ തയ്യാറെടുക്കും. കാലക്രമേണ അത് മാനസിക അസ്വാസ്ഥ്യം തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് വായ്നാറ്റത്തിനെ പറ്റി ഉള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം. വായ്നാറ്റം ഉണ്ടാക്കുന്ന മുഖ്യ കാരണം വായിൻ്റെ ശുചിത്വക്കുറവാണ്. വായ് നന്നായി ക്ലീൻ ചെയ്യാത്തത് മൂലം ഭക്ഷണശകലങ്ങൾ നാവിലും മോണയിലും പല്ലിൻ്റെ ഇടയിലും പറ്റിയിരിക്കാനും അതിൽ ബാക്ടീരിയ വളർന്ന് ദുർഗന്ധം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മോണരോഗങ്ങളും ദുർഗന്ധം ഉണ്ടാക്കാറുണ്ട്. സൈനസൈറ്റിസ് ഉള്ള രോഗികളിൽ സൈനസിലെ കഫത്തിലും സൈനസിൽ നിന്ന് മൂക്കിൻ്റെ പുറകിലോട്ട് തൊണ്ടയിലെത്തി പറ്റിയിരിക്കുന്ന കഫത്തിലും ബാക്ടീരിയകൾ വളരുകയും ദുർഗന്ധം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ സൈനസൈറ്റിസ് നീണ്ടു നിൽക്കുന്ന ആൾക്കാരിൽ വായ്നാറ്റം ഒരു ലക്ഷണമാണ്. മൂക്കടപ്പ് ഏത് കാരണം കൊണ്ടായാലും, അലർജി കൊണ്ടായാലും സൈനസൈറ്റിസ് കൊണ്ടായാലും പോളിപ്പ് കൊണ്ടായാലും എന്തു കാരണത്താലും മൂക്കടപ്പ് ഉണ്ടാകുകയും വായിൽ കൂടെ ശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാരിലും ദുർഗന്ധം നമ്മൾ കാണാറുണ്ട്. കാരണം വായ് തുറന്ന് ശ്വാസം വിടുമ്പോൾ വായിലെ ജലാംശം കുറയുകയാണ്, ഉമിനീരിൻ്റെ അംശം കുറയും. ഉമിനീര് ദഹന പ്രക്രിയയിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വായുടെ ഒരു ക്ലീനിങ് ഏജൻറ്റും കൂടിയാണ്. ബാക്ടീരിയകളെയും ഭക്ഷണശകലങ്ങളെയും ഉമിനീര് മാറ്റാൻ സഹായിക്കുന്നു. ഉമിനീര് കുറയുന്ന എല്ലാ സാഹചര്യങ്ങളിലും, അത് നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്തായാലും ശരി, മറ്റ് അസുഖങ്ങൾ പല അസുഖങ്ങളും ഉമിനീരിൻ്റെ അളവ് കുറയ്ക്കാറുണ്ട്. സാധാരണഗതിയിൽ കുറേ നാളായിട്ട് ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ ഉമിനീരിൻ്റെ അളവ് കുറയാറുണ്ട്. ചിലതരം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ അതുപോലെ തന്നെ കുറയാറുണ്ട്. ക്യാൻസർ ചികിത്സയ്ക്ക് റേഡിയേഷൻ ഉപയോഗിച്ചവരിലും ഉമിനീരിൻ്റെ അളവ് കുറയാറുണ്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാം അതുപോലെ ഉമിനീര് കുറയുന്ന ഏത് സാഹചര്യത്തിലും നമുക്ക് ദുർഗന്ധമായി ഉണ്ടാകാറുണ്ട്. ഡയബറ്റീസ് ഉള്ള രോഗികളിൽ ബ്ലഡിൽ ഷുഗറിൻ്റെ അംശം കൂടുതലായതുപോലെ ഉമിനീരിലും ഷുഗറിൻ്റെ അംശം കൂടുതലുണ്ട്. അതും നമ്മുടെ ബാക്ടീരിയയെ വളർത്താൻ സഹായിക്കും. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ കൃത്യമായിട്ടും ഷുഗർ കൺട്രോൾ ചെയ്ത് തന്നെ പോകുക. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ വായ്നാറ്റം ഉണ്ടാക്കുന്ന അവസ്ഥകൾ. പുകവലിക്കുന്നവരിൽ വായ്നാറ്റം ഉണ്ടാകും എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതുപോലെ തന്നെ ചിലതരം ഭക്ഷണങ്ങളും ഉള്ളി, വെളുത്തുള്ളി പോലുള്ളവ വായ്നാറ്റം ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതല്ലാതെ വളരെ സീരിയസ് ആയിട്ടുള്ള ചില രോഗങ്ങളിലും അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വായ്നാറ്റം ഉണ്ടാകാറുണ്ട്. അവർക്ക് കിഡ്നി ഫെയിലിയറിലും ലിവർ ഫെയിലിയറിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. പ്രത്യേകതരം ഗന്ധം വായിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. അത് വായ്നാറ്റമായിട്ടല്ല ഡോക്ടറുടെ അടുത്ത് എത്തുന്നത്, മറിച്ച് ലിവർ ഫെയിലിയറിൻ്റെ കിഡ്നി ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഇവിടെ പറയുന്നു. വായ്നാറ്റം ഉണ്ടാകാതിരിക്കാൻ എന്ത് വേണം? അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ടത്. രണ്ട് കാര്യങ്ങൾ ആദ്യം ചിന്തിക്കാനുള്ളൂ. ഒന്ന്, 2 നേരം വായ് നേരാൻ വേണം. വായ് ബ്രഷ് ചെയ്യേണ്ട രീതിയിൽ സമയമെടുത്ത് 2 നേരം ബ്രഷ് ചെയ്യുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഓരോ തവണയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായ് നന്നായിട്ട് വാഷ് ചെയ്യാൻ മറക്കരുത്. അതും ആവശ്യമാണ്.
തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കാൻ പാടില്ല. കൃത്യമായിട്ട് വെള്ളം കുടിക്കേണ്ടിയിരിക്കണം. ഇത് ഡയബറ്റീസ് ഉള്ള രോഗികൾ കൃത്യമായിട്ടും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യണം. വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യുകയും വേണം. കാരണം മോണരോഗം വായുടെ വൃത്തി മാത്രമല്ല, മോണരോഗങ്ങൾ ഡയബറ്റീസ് രോഗികൾ വരാൻ കൂടുതൽ സാധ്യതയുള്ളതുകൊണ്ട് അതും ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ടോൺസിലെ കല്ലുകൾ അഥവാ ടോൺസിലോലിത്തുകൾ വായ്നാറ്റം ഉണ്ടാക്കാറുണ്ട്. അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഇനിയും പറയുന്നില്ല. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും വായ്നാറ്റത്തെ വളരെ ഗോപ്യമായി കൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡോക്ടർമാർക്കറിയാം. കാരണം പലരും പല യുവാക്കന്മാരും പല കാരണങ്ങളിൽ നിന്നും പലപ്പോഴും വന്ന് പറയുന്നത് ഞങ്ങൾ പലതവണ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും വായ്ക്കെന്തോ അസുഖമുണ്ട്, പല്ലിനോ മോണയ്ക്കോ തൊണ്ടയ്ക്കോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ വളരെ ഇൻഡയറക്റ്റായിട്ട് പറയാറുണ്ട്. വളരെ സ്പെസിഫിക്കായിട്ട് ചോദിക്കുമ്പോൾ മാത്രമാണ് അത് വായ്നാറ്റം അഥവാ ഹാലിറ്റോസിസിനെ പറ്റി പറയാറ്. അങ്ങനെ വളരെ ഗോപ്യമായി ഈ വായ്നാറ്റത്തെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ വീഡിയോ അവസാനം വരെ കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. നന്ദി. ഇനിയും കാണാം.